ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് സ്വോർഡ്സ് ആണ്. പേജ് ഓഫ് സ്വോർഡ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ ഒരു കാർമിക് ലെസൺ പഠിപ്പിച്ച് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് തന്നിട്ട് കടന്നുപോയ ഒരു സംഭവം ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. അവിടെ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിങ്ങളൊരു പുതിയ തിരിച്ചു വരവിന് ഒരുങ്ങുന്ന ആളായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുൻപുണ്ടായ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് മുൻപോട്ടൊരു ആക്ഷൻ എടുത്ത് പോകാൻ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഭയം കാണും. കാറ്റ് അനുകൂലമല്ല, ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം കാറ്റ് അനുകൂലമല്ല. അപ്പോൾ പോകണോ വേണ്ടയോ, തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ പേജ് ഓഫ് സ്വോർഡ്സിൽ കാണുന്നത്. അപ്പോൾ ഒരു ഇൻഡിസിഷൻ്റെ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്ത് റിസ്ക്കും എടുക്കാം എന്നാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത്. റിസ്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. എങ്കിൽ പോലും നിങ്ങൾ പാഠം ഉൾക്കൊണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. വീണ്ടും നിങ്ങൾക്ക് എന്താണോ നിങ്ങളൊരു ലെസൺ അതിൽ നിന്ന് പഠിച്ചത്, ആ ലെസൺ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നൊരു ഇൻഡിസിഷനായിട്ട് നിൽക്കുന്ന ആളുകളോട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ എന്താണ് പാസ്റ്റിലെ ലെസൺ? 4 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു പാസ്റ്റിൽ നിങ്ങൾ വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായിരിക്കാം. ബാക്ക് പെയിൻ പോലുള്ള എന്തെങ്കിലും എയിൽമെൻറ്റ്സ്, ബാക്ക് പെയിനോ കാലുവേദന, കൈവേദന, അങ്ങനെയുള്ള പ്രശ്നം, സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ആ കടന്നുപോയ സാഹചര്യം, അതായത് സർജറിയോ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് നിങ്ങൾ ബ്രോക്കൺ ആയിരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം കടന്നു വന്നിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് കാറ്റനുകൂലമല്ലെങ്കിലും നിങ്ങളുടേതായ ശ്രമം നിങ്ങൾ നടത്തി നോക്കണം എന്നാണ് പറയുന്നത്. അതാണ് പേജ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി പറയുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം ധാരാളമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം ഇന്ന ദിവസം നിങ്ങൾക്ക് വന്നു കിട്ടും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പണം മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അതുപോലെ പണത്തിന് ഹോപ്പനൊപ്പനോ ചൊല്ലുക. പണം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ എടുത്ത പൊങ്ങാത്ത തുകയൊന്നും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കളയരുത്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള വളരെ വലിയ തുകയൊന്നുമല്ല, നിങ്ങളെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തുകകൾ മാനിഫെസ്റ്റ് ചെയ്യുക. ആ തുകകൾ നിങ്ങൾക്ക് വന്നു കിട്ടും എന്നാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇന്ന് വളരെ സട്ടിലായിട്ടുള്ള ഒരു ദിവസമാണ്. വളരെ ജനറസ് ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന തുകയ്ക്ക് ഒരു തുക നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ തയ്യാറായിരിക്കും. ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കുന്ന ഒരു ദിവസമാണെന്നാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പണം ധാരാളമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ടവറാണ്. അപ്പോൾ ഒരു അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ധാരാളമായി പണം വരും എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന കാർഡ് ടവറാണ്. നെക്സ്റ്റ് കാർഡ് ഏതാണ് വരുന്നത് നോക്കട്ടെ. 5 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ പണമായാലും ഇത് മൊത്തത്തിലൊരു ചതി നടന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. ചതി നടക്കുന്നതിൻ്റെയും പാസ്റ്റിലത്തേൻ്റെ കണ്ടിന്യൂഷൻ്റെ ഒക്കെ ഒരു കാർഡ് പോലാണ് കാണുന്നത്. അപ്പോൾ പണവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് ചതിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗപ്പെടുത്താൻ, നിങ്ങളെ മുതലാക്കാൻ സാധ്യതയുണ്ട്. അവിടെ അതിൻ്റെ പേരിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ചതി പറ്റാൻ സാധ്യതയുണ്ട്. പണം നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ നിങ്ങളെ മുതലാക്കുക, മറ്റുള്ളവർ നിങ്ങളുടെ ഇമോഷനെ ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെടണം. മറ്റുള്ളവർ നിങ്ങളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓടി രക്ഷപ്പെടണം. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഉപയോഗിക്കുവാണോ, എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിസ്വാർത്ഥമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് നമ്മുടെ സമയവും നമ്മുടെ ഇമോഷൻസിനെയും ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം സാക്രിഫൈസ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതിന് നമ്മൾ നിന്ന് കൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ന് എന്ത് ഡീലിങ്സ് വരുന്നെങ്കിലും അത് ശ്രദ്ധിക്കണം. അവിടെ മാനിപ്പുലേഷൻസ് നടക്കാൻ സാധ്യതയുണ്ട്, കോൺഫ്ലിക്റ്റ്, അതുപോലെ ചതി നടക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളെ മുതലാക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുക, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക,
നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു ഗൈഡൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും ഒരു സ്പിരിച്വൽ പേഴ്സണോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമുദായിക നേതാക്കന്മാരോടായിരിക്കാം, നിങ്ങൾക്ക് കൺവീനിയൻറ്റ് എന്ന് തോന്നുന്ന ആളുകളോട് നിങ്ങൾ ഒരു ചേർന്ന് പ്രവർത്തിക്കുക, സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കുക, അഭിപ്രായം ആരായുക, അവരോട് കൂടി ചേർന്ന് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കുക, കൗൺസിലിംഗ് എടുക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ ഒരാളുടെ കീഴിൽ നിന്ന് പഠിക്കുക, പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർ പഠനങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ വളരെ സ്മൂത്തായിട്ടിരിക്കാൻ ശ്രമിക്കുക. അവിടെയും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജോലികൾ നിങ്ങളെ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരികയോ, മറ്റുള്ളവർ നിങ്ങളെ മുതലാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ, നിങ്ങളുടെ എഫേർട്ടിനെ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവരതിൻ്റെ ഫലമെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത് ടീം വർക്കിൻ്റെയും കൊളാബറേഷൻ്റെയും ആണ്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ടീം വർക്കും സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു മെൻറ്ററിനെ കിട്ടുന്നുണ്ടാവും, നിങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം കിട്ടുന്നുണ്ടാവും, അതുപോലെ ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുള്ള ദിവസമായിട്ടും കാണുന്നുണ്ട്. ദെൻ 3 ഓഫ് വാൺസ് ആണ്. നിങ്ങൾ ഒരു യാത്രയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ആൻഡ് പ്ലാനിങ്സ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളൊരു യാത്ര പോകുകയായിരിക്കാം, പോയിട്ട് വരികയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പ്ലാനിങ്സും പ്രിപ്പറേഷൻസും ആണ് കാണുന്നത്. അതുപോലെ 3 കാര്യങ്ങളുണ്ട് എങ്കിൽ അതിൽ ഏത് വേണമെന്നൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു, തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ വിദേശത്തേക്ക് പോകാനായിട്ട്, ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണെങ്കിലും വിദേശത്തേക്ക് ജോലി കിട്ടിയോ, അല്ലെങ്കിൽ വിസിറ്റ് വിസയിലോ, അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കാൻ വേണ്ടിയൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ്. ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വിദേശത്ത് പോകാൻ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു കാര്യമാണ്. ഇനി നിങ്ങളൊരു പാഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് അബണ്ടൻസ് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അബണ്ടൻസിലേക്കാണ് നോക്കി നിൽക്കുന്നത്, നിങ്ങളൊരു ട്രഷർ ഹണ്ടിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ മൈൻഡ് സെറ്റുമായിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതാണ് 3 ഓഫ് വാൺസ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കാർഡ് ടെമ്പറൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു ഈക്വിലിബ്രിയം പാലിക്കുക എന്നാണ്, ഒരു മിതവ്യയം പാലിക്കുക, വരവിനനുസരിച്ച് മാത്രം ചെലവ് ചെയ്യുക, സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക, ഒരു ബാലൻസ്, എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസ് വേണം എന്നാണ് പറയുന്നത്. ഇനി റിലേഷൻഷിപ്പിലൊക്കെ ബ്രേക്കപ്പായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവിടേക്കൊരു കോംപ്രമൈസ് വരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഫെർട്ടിലിറ്റി എന്നൊരു കാർഡും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു നല്ല ഗുഡ് ന്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു പഴയ കാര്യവും പുതിയ കാര്യവും കൂടെ മിക്സ് ചെയ്ത് ഒരു പുതിയ കാര്യം, ഒരു വളരെ ന്യൂ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ മൂൺ എനർജി ഉണ്ട്. വീണ്ടും മൂഡ് 6 ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മുന്നേ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം രാവിലെ മുതൽക്കൊരു മൂഡ് സ്വിങ്സോ അല്ലെങ്കിൽ എന്തോ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓൾറെഡി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അതാണ് നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്. അപ്പോൾ അതിനെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം, കാരണം അതായിരിക്കും ശരി. അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് തരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ലാസ്റ്റ് കാർഡ് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇന്ന് മൾട്ടി ടാസ്കിങ്ങിൻ്റെ ദിവസമാണ്. നിങ്ങൾ എന്നും ചെയ്യുന്നതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യേണ്ടി വരും. അതുപോലെ നിങ്ങൾ മറ്റുള്ള ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക, മറ്റുള്ള ആളുകളുടെ കൂടെ ജോലി എടുത്ത് പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. വീട് പണിയോ വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അസറ്റ് മേക്കിംഗ് ആണ്. അപ്പോൾ ജ്വല്ലറീസ് മേടിക്കുക, പർച്ചേസ് ചെയ്യുക, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടുക, പിന്നെ ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡീലിങ്സ് നടത്തുക, വാങ്ങിക്കുന്നതാവാം, വിൽക്കുന്നതാകാം, പണയം വെക്കുന്നതാവാം, പണയം എടുക്കുന്നതാവാം. അതുപോലെ നിങ്ങളിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ബൾക്ക് എന്ന് വെച്ചാൽ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. വിവാഹം പോലുള്ള ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു എന്നും ചെയ്യുന്നതല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ബോട്ടം വന്നേക്കുന്നത് 6 ഓഫ് വാൺസ് എന്ന എനർജിയാണ്. അപ്പോൾ ഇത് വീണ്ടും ഒരു പബ്ലിക് റെക്കഗ്നിഷൻ്റെയും സക്സസ് ആൻഡ് വിക്ടറിയുടെയും കാർഡാണ്, ഒരു റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളിത് പിണങ്ങി പോയിട്ടുള്ള കുറേ ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ
ഒരു പബ്ലിക് റെക്കഗ്നിഷൻ്റെ കൂടെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു അംഗീകാരം, ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മത്സരങ്ങളിലോ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. വീണ്ടും അതൊരു യാത്രയുടെ കാർഡാണ്. വളരെ സുഖകരമായ ഫ്രൂട്ട്ഫുള്ളായ ഒരു യാത്ര പര്യവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് നോ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, അതിൽ യെസ് ആണോ നോ ആണോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം, ഇൻഡ്യൂഷന് അക്കോർഡിംഗ് ടു ദ ഇൻഡ്യൂഷൻ മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുക. രണ്ടാമത്തത് ഫൊർഗീവ്നെസ് ആണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമ, നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും ക്ഷമ ചോദിച്ച് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൊർഗീവ്നെസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഫൊർഗീവ്നെസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നതിൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. നമ്മൾ ഇങ്ങോട്ട് വൈരാഗ്യം കാണിക്കുന്നവരോട് അതേ അളവിൽ വൈരാഗ്യം അങ്ങോട്ട് കാണിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഫൊർഗീവ്നെസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫൊർഗീവ്നെസ് കൊടുക്കാനാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അൺലൈക്ക്ലി. ഈ കാർഡ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം ദിവസം വരുന്നുണ്ട്. അത് ഒരു അസാധാരണമായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ദെൻ യു ആർ റെഡി എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങളെ യൂണിവേഴ്സ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസിഷൻ ഫേസിലൂടെയാണ് ഈ ഒരാഴ്ച നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നത്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമുക്ക് സെയിം കാർഡ്സ് ഏഞ്ചൽസ് മെസ്സേജിൽ കറക്റ്റ് സെയിം കാർഡ്സ് റിപ്പീറ്റഡ് ആണ്. എന്തോ ഒരു കാര്യം അസാധാരണമായത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. ദെൻ എന്താണ് ലവേഴ്സിൻ്റെ ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ്? ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് പാഷൻ. നിങ്ങൾ ഹൃദയം കൊണ്ട്, നിങ്ങളുടെ സോള് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെയും ഹൃദയത്തെയും നിങ്ങൾ നിങ്ങളുടെ പാഷനിലേക്ക് അർപ്പിക്കുക. നിങ്ങൾ അത്രയും പാഷനേറ്റായിട്ട് നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. അപ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു സ്മൂത്ത്നെസ് വരുന്നതായിട്ട് കാണുന്നത്. നെക്സ്റ്റ് ലവ് യുവർസെൽഫ് ഫസ്റ്റ്. സെയിം കാർഡ്സ് റെപ്പിറ്റേഷൻ ആണ്. ഇന്നലെയും സെയിം കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ലവ് യുവർസെൽഫ് ഫസ്റ്റ്. നിങ്ങൾ ആദ്യം നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്, എന്നാൽ മാത്രമാണ് മറ്റുള്ളവർക്കും പുറം ലോകത്തിന് നിങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓ സെയിം കാർഡ്. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. നിങ്ങളുടെ കൺട്രോൾ ഇഷ്യൂസിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. അലോ ദി സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. ഇത് നിങ്ങൾ കൺട്രോൾ ചെയ്തൊന്നും വെക്കണ്ട, നിങ്ങളായിട്ടൊന്നും കൺട്രോൾ ചെയ്ത് വെക്കണ്ട. അത് നാച്ചുറലായിട്ട് അൺഫോൾഡ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് അതിനെ വേറെ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ട. എല്ലാം നാച്ചുറലായിട്ട് പുറത്ത് വരട്ടെ എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.